ഹായ്, ഞാൻ ദീപ. നമ്മൾ കുറേ നാളായി കണ്ടിട്ട്. ഏതാണ്ട് ഒരു മാസമായിട്ട് ഞാൻ മുങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും പൊങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നതിന് മുന്നേ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു തേക്കടി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏപ്രിൽ മാസം മൊത്തം ചുമ്മാ ഇരിക്കാം, കുറച്ചൊന്ന് സ്വസ്ഥമാവാം എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ആദ്യത്തെ 2 ആഴ്ച തന്നെ നല്ല കട്ടപ്പണി ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് പോലും എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ആയിരുന്നു. അത് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ഞാൻ വയ്യാണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണമുള്ള ബ്രസ്റ്റ് പെയിനൊക്കെ ഭയങ്കരമായിട്ട് കയറി നിൽക്കുന്നൊരു സമയമായിരുന്നു, ഏപ്രിൽ പകുതിയൊക്കെ. അതൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ട്രിപ്പിൻ്റെ സമയമായി. നമ്മൾ ഇത്തവണ അടുപ്പിച്ച് 2 ആഴ്ച ട്രിപ്പിംഗ് തന്നെയായിരുന്നു, വീക്കെൻഡ്സിലൊക്കെ. അപ്പം ആദ്യം നമ്മൾ നെയ്യാറൊക്കെയാണ് പോയത്. നെയ്യാറിൻ്റെ വ്ളോഗ് ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ അടുത്ത ആഴ്ച നമ്മൾ തേക്കടി പോയി, ചങ്ങനാശ്ശേരി പോയി. പിന്നിപ്പം തിരികെ വന്നിട്ട് ഇപ്പോൾ 2 ദിവസം ആവുന്നേ ഉള്ളൂ. ഇലക്ഷൻ്റെ അന്ന് പോയതാണ് നമ്മൾ. അപ്പം എനിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നിന്ന് മാറിയിട്ട് പ്രത്യേകിച്ചും അടുക്കളയിലെ ഒരു പണിയും ചെയ്യണ്ട എന്നുള്ള ഒരു ഹൈലൈറ്റ് ആയിരുന്നു ആ ഒരു യാത്രയിൽ എനിക്കുണ്ടായിരുന്നത്. നല്ലതായിരുന്നു. പിന്നെ യാത്ര എനിക്ക് അത്ര പറ്റുന്നൊരു കാര്യമൊന്നും അല്ല. ഭയങ്കരമായിട്ട് ക്ഷീണിക്കും, ഭയങ്കരമായിട്ട് ബോഡി പെയിനൊക്കെ, ഫൈബ്രോ പെയിനൊക്കെ ഫ്ലെയറപ്പ് ചെയ്യും. എങ്കിൽ പോലും നല്ല ഒരു രസമായിരുന്നു, സന്തോഷമായിരുന്നു പോയി തിരിച്ചു പോകാനായിട്ട്, തിരിച്ചു വരാനല്ല. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം, അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഒത്തിരി ആൾക്കാർ എൻക്വയറീസൊക്കെ ആയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഞാൻ വെക്കേഷനാണ്, ഞാൻ വർക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഇതൊന്ന് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നെങ്കിലും പിന്നെ നമുക്ക് നമ്മുടെ യാത്രയുടെ ഇടയ്ക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിവേ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ചോദിച്ച ആൾക്കാരെ ഒന്നും കാണാനില്ല. ഇപ്പോൾ പുതിയ സെറ്റ് ആൾക്കാരാണ് വന്നേക്കുന്നത്. അപ്പോൾ വർക്കുണ്ട്, പയ്യെ വർക്കിലേക്ക് കടക്കണം. അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 ദിവസം ആയെങ്കിൽ എനിക്ക് വർക്കിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ക്ഷീണം ഒരു സൈഡിലുണ്ട്. പിന്നെ വീട്ടിലെ അടുക്കിപ്പെറുക്കലുകളൊക്കെ ഒന്ന് സെറ്റായാലാണല്ലോ നമുക്ക് നമ്മുടെ റൂട്ടീനിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് പറ്റുന്നില്ല. അപ്പം ഇന്നിപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം ഈ വന്നതിന് ശേഷം ഞാൻ ഫുള്ള് ഫോൺ നോക്കിയിരിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യുന്നില്ല. എക്സസൈസ് ചെയ്യണമെന്നുണ്ട്. കാരണം എൻ്റെ വണ്ണം ഇപ്പോൾ ഏതാണ്ട് 90 കിലോ എത്തി കേട്ടോ. ബാക്ക് ടു ബേസിക്സ് എന്നൊക്കെ പറയുന്ന കണക്ക് 95 എങ്ങാണ്ടാണ് ഞാൻ 75 വരെ എങ്ങാണ്ടൊക്കെ കുറച്ചതായിരുന്നു. അത് പിന്നെ 80 വന്ന് സാച്ചുറേറ്റഡ് ആയിട്ട് നിന്നു. പിന്നെ അത് 84 വന്ന് നിന്നു. ഇപ്പോൾ 88 കഴിഞ്ഞ് 89.5. ഇനിയിപ്പോൾ 90 ആവാൻ അധികം നേരമൊന്നുമില്ല. അപ്പം അതിൻ്റേതായ വിഷമങ്ങളുണ്ട്. നമുക്ക് നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാത്രയൊക്കെ എങ്ങനെ പോയി വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വലിയ തട്ടുകേടില്ലാതെ പോയി വന്നു. പക്ഷേ ക്ഷീണമുണ്ട്. അപ്പം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പറ്റുന്നില്ല. വീണ്ടും യാത്രയുടെയൊക്കെ ആണെന്ന് അറിയത്തില്ല, വീണ്ടും നമുക്ക് ബ്രസ്റ്റ് പെയിനും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി വർക്കിലേക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് വട്ടച്ചെലവിനുള്ള കാശ് ഉണ്ടാക്കണേ, ഇത് നടന്നേ പറ്റത്തുള്ളൂ അല്ലേ. വരുന്ന ഓർഡേഴ്സ് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പയ്യനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. കുറേ വർക്കുണ്ട്, അത് നമ്മൾ തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ തൽക്കാലം അന്നക്കുട്ടിക്ക് ഒരു ജംപ് സ്യൂട്ട്, അവൾ കുറേ ആയി എല്ലായിടത്തും പോയി തപ്പുന്നുണ്ട്. ഇവിടെ വെസ്റ്റ് സൈഡിലും പിന്നെ മാക്സിലും ട്രെൻഡ്സിലും എല്ലായിടത്തും പോയി തപ്പി. അവൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജംപ് സ്യൂട്ട് കിട്ടിയില്ല. അപ്പോൾ അവൾ ഇങ്ങനെ മീഷോയിലൊക്കെ തപ്പിയിട്ടും അതൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരെണ്ണം തയ്ച്ചു തരുമോ എന്ന് ചോദിച്ചത്. ഞാൻ ഓൾറെഡി യെസ് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസത്തിൽ കൂടുതലായി. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ മറ്റു വർക്ക് എടുക്കുന്നതിന് പകരം ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു സ്റ്റാർട്ടിങ് ആവുമല്ലോ. അങ്ങനെ ഇന്നിപ്പം പയ്യെ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവക്കൊരു ബ്ലേസർ തയ്ച്ച അതേ പുള്ളിക്കാരിയുടെ വീഡിയോ തന്നെയാണ് ഇവക്ക് ഇഷ്ടമുള്ള മോഡൽ സംഭവം വന്നേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവരുടെ ഭാഷ ഇംഗ്ലീഷാണെങ്കിൽ പോലും അത് ഇച്ചിരി ഇങ്ങനെ നാക്ക് കുഴയുന്ന രീതിയിലത്തെ ഇംഗ്ലീഷാണ്, എനിക്കത് കിട്ടുന്നില്ല. അപ്പം പയ്യെ അത് ആയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളോടും കൂടെ ഒന്ന് സംസാരിക്കാം. അപ്പം യൂട്യൂബിനും ഒരു സ്റ്റാർട്ട് ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഇനി വീഡിയോ ചെയ്യുന്നല്ല. സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ തന്നെയല്ലേ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ ഫൈബ്രോമൈൽജിയുടെ കാര്യമാണെങ്കിലും, വണ്ണം കുറയ്ക്കുന്നതിൻ്റെ കാര്യമായാലും, അല്ല വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നതിൻ്റെ കാര്യമായാലും, എല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പറയുന്നത്. പ്രത്യേകിച്ച് പുത്തൻ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ചില വിഷയങ്ങൾ കൈവച്ച് കഴിഞ്ഞാൽ അടി കിട്ടും എന്നുള്ളത് കൊണ്ട് ആ വിഷയങ്ങൾ എടുക്കാനും തോന്നുന്നില്ല.
അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു അവസ്ഥയാണ്. ഇനി പയ്യെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോരട്ടെ, നമുക്ക് ചെയ്യാം. കൂടുതലും വരുന്ന സജഷൻസൊക്കെ ഓൾറെഡി വീഡിയോസ് ചെയ്തതുകൊണ്ട് എനിക്ക് പിന്നെയും ചെയ്യാനൊരു മടി, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എന്ത് ചെയ്യും എന്നറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ചെയ്യത്തുമില്ല. യൂട്യൂബിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇൻസ്റ്റയിലൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല. ഇത് രണ്ടും ഓക്കെ, ഇത് രണ്ടിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജോലി നമ്മുടെ വർക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും താറുമാറാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും പയ്യെ തുടങ്ങാം. അപ്പം എല്ലാവർക്കും ഉള്ളതാണെന്ന് തോന്നുന്നു ഈ തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടേ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. അപ്പോൾ ഞാനും ഒരു തുടക്കം കിട്ടാൻ വേണ്ടി കുറേയധികം വെയിറ്റ് ചെയ്തതാണ്. പിന്നെ വിചാരിച്ചു ഇല്ല, ഇറങ്ങി പണി ചെയ്തിട്ടേ കാര്യമുള്ളൂ. അത് മുന്നേ ഉള്ള പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തു തുടങ്ങുമ്പോൾ മോട്ടിവേഷൻ കിട്ടും എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അപ്പം പ്രത്യേകിച്ചും ഇപ്പം വീഡിയോസ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ വീട്ടിലുണ്ട്. അപ്പോൾ അവരെ അടക്കി ഇരുത്തിയിട്ട് വീഡിയോ ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പിന്നെ നമുക്കൊരു ഫിക്സഡ് റൂട്ടീനൊന്നുമില്ല. ചിലപ്പോൾ രാവിലെ ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചെയ്യുന്നത്. കാരണം ഇവർ സ്കൂളിൽ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയോടെ അങ്ങ് നടന്നോളും. അപ്പോൾ ഇവർ വീട്ടിലുള്ളപ്പം ഒരു അലസതയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ാണോ നോക്കിയിരുന്നത് ഇത്രയും നേരം? അപ്പം ഞാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏപ്രിൽ ഫസ്റ്റ് വീക്കോടെ തന്നെ വർക്കൊക്കെ നിർത്തിയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ജാനുവരി തൊട്ട് ഏപ്രിൽ വരെയൊക്കെ കണ്ടിന്യൂസ് വർക്ക് എടുത്തത്. അപ്പം ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത പോലെ വർക്ക് എടുക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തേ. അപ്പം ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വേറെ പല കാര്യങ്ങളും അങ്ങ് പോകും. നമുക്ക് ഇൻസ്റ്റയിൽ സ്റ്റോറീസ് അല്ലെങ്കിൽ റീൽസ് ഇടുന്ന സമയത്ത് യൂട്യൂബിലൊന്നും ചെയ്യാനൊക്കത്തില്ല. യൂട്യൂബിൽ ചെയ്യുന്ന സമയത്ത് തയ്യൽ നടക്കത്തില്ല. അപ്പം എല്ലാം കൂടെ ഒരുമിച്ചൊന്നും കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു യൂട്യൂബിലും വീഡിയോസ് ഇട്ടിരുന്നില്ല, വർക്കും എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റ റീൽസ് മാത്രമേ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വോയിസ് ഓവർ പോലെ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ കഴിഞ്ഞ മാസം മൊത്തം എന്നൊന്നും പറയാനില്ല, എങ്കിലും 2 ആഴ്ച അടുപ്പിച്ച് യാത്രകളൊക്കെ തന്നെയായിരുന്നു. ആദ്യത്തെ 2 വീക്കെൻഡ് നമ്മൾ നെയ്യാറ് പോയി. കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. ഇനി പയ്യെ അതിൻ്റെ വീഡിയോസ് ഇടാം. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പോയില്ല, ജസ്റ്റ് റീൽസ് ഇടാം എന്നുള്ള ഇതിൽ മാത്രമാണ്, അല്ലാതെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്നൊരു ഇൻറ്റൻഷനിലൊന്നും അല്ല പോയത്. അപ്പം അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ അത് പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് ഇടാം. പിന്നെ തേക്കടിയിൽ പോയതൊരു ചെറിയ വ്ളോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരും കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് നമ്മൾ വീഡിയോസ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും പിന്നെ ഇടുന്ന വീഡിയോസിന് വലിയ റീച്ചൊന്നും, അല്ലെങ്കിൽ തന്നെ റീച്ചൊന്നും കിട്ടാറില്ല. അപ്പോൾ പിന്നെ ഇടുന്ന വീഡിയോസിന് റീച്ച് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനൊന്നും പോകാറില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്ന് കരുതി. കാരണം എനിക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഒത്തിരി അധികം വർക്ക് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. നമ്മൾ ഒരാഴ്ച ചങ്ങനാശ്ശേരി ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇവിടെയൊക്കെ ചൂടൂര് ഇങ്ങനെ മണ്ണ് വാരിയിട്ടാണൊക്കെ ചൂടൂര് കയറുവാണ്. അപ്പം അവിടെ ഒന്നും സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ 5 ദിവസമൊക്കെ നിൽക്കണമെന്ന് കരുതി പോയിട്ട് അവസാനം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പോയാൽ മതി എന്നുള്ള മട്ടിൽ നമ്മൾ രക്ഷപ്പെട്ട് ഓടുമായിരുന്നു അവിടുന്ന്. പിന്നെ ട്രിവാൻഡ്രം തിരിച്ച് വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒരു ആശ്വാസമുണ്ട് ചൂടിന്. അവിടുത്തെ അത്രയും ഒരു ചൂട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. ഇവിടുത്തെ ചൂട് വേറൊരു ടൈപ്പും അവിടുത്തെ ചൂട് വേറൊരു ടൈപ്പുമാണ്. എന്തായാലും ക്ഷീണിച്ച് പോവാണ്. അപ്പോൾ അത്രയും ദിവസത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇത്രയും ഇപ്പം തേക്കടി വരെയൊക്കെയുള്ള യാത്രയൊന്നും എൻ്റെ ആരോഗ്യത്തെ വെച്ച് നോക്കുവാണെങ്കിൽ പറ്റത്തില്ല എന്ന് കരുതിയിരുന്നതാണ്. അപ്പോൾ അവിടം വരെയൊക്കെ പോയത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്, അത്രയൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളത്. പിന്നെ നല്ല ക്ഷീണമുണ്ട്. 1-ാം തീയതി വന്നപ്പോൾ തൊട്ട് ഞാനിങ്ങനെ പമ്മിയിരിക്കുവാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ. പിന്നെ ഇന്നലെ വൈകിട്ട് പയ്യനെ ഞാൻ പുറത്തൊന്ന് ഇറങ്ങി, കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ ഇറങ്ങി. ഇന്നും പയ്യനെ പുറത്തിറങ്ങി.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ വർക്കിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവള് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജംപ് സ്യൂട്ട് തയ്ക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതുന്നു. വെട്ടി കഴിഞ്ഞാൽ ഉടനെ തയ്ക്കണം, അല്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോകും എൻ്റെ കണക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഡ്രാഫ്റ്റൊക്കെ റെഡിയാക്കി വെക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം യൂട്യൂബ് വീഡിയോസിന് ഒരു സ്റ്റാർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചെറിയ വ്ളോഗ് എടുത്തത്. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഇതെല്ലാം ഒന്ന് കാണിക്കണം. ജസ്റ്റ് എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് പയ്യനെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടേതും എന്തെങ്കിലുമൊക്കെ സ്റ്റോപ്പായി കിടക്കുകയാണെങ്കിൽ പയ്യെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആയിട്ട് വേണം ഇതെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് കണ്ടു.